സത്യം പറയട്ടെ, നീ നന്നായിട്ട് സ്കിൻ കെയർ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ഡ്രസ്സ് ചെയ്യുന്നുണ്ട്, നല്ല ഹെയർ കട്ട് വേണം. പക്ഷേ നിന്നെ സ്മെല്ല് ചെയ്യുന്നത് ബാഡാണെങ്കിൽ ഇതൊക്കെ ഒരു സെക്കൻഡ് വെറുതെ ആയിപ്പോവും. നിന്നോടുള്ള ഗുഡ് ഇംപ്രഷൻ ഇനി മുതൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് പോയി കിട്ടും. അതിൽ ഏറ്റവും വലിയ സത്യം എന്താണെന്ന് അറിയുമോ? ആരും നിന്റെ മുഖത്ത് നോക്കി പറയില്ല, അവരൊന്നും പറയാൻ നിൽക്കില്ല, നിന്നെ അവസാനം അവോയ്ഡ് ചെയ്യും. അതുകൊണ്ട് സിമ്പിളായിട്ടുള്ളൊരു കാര്യം പറയാനാണ് ഞാൻ വന്നത്. എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ബ്രീത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബോഡി, ഹെയർ, ഡ്രസ്സ്, നിൻ്റെ റൂം വരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും വേണ്ട. ഫസ്റ്റ് കാര്യം, ഇത് വീട്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ ഡെയിലി കുളിക്കും, ഡിയോഡ്രൻ്റ് അടിക്കും, എല്ലാം ചെയ്യും. പക്ഷേ നിൻ്റെ റൂം എങ്ങനെയാണോ സ്മെല്ല് ചെയ്യുന്നത് അതുപോലെ തന്നെയായിരിക്കും നിന്നെ സ്മെല്ല് ചെയ്യുന്നത്. പക്ഷേ ഇത് പഴയത് വാഷ് ചെയ്യാത്ത പില്ലോ കേസ്, ഫുഡിൻ്റെ സ്മെല്ലും അതൊക്കെ നിൻ്റെ ബോഡിയിലും ആ സ്മെല്ല് വരും. ഫസ്റ്റ് വൺ, ബെഡ്ഷീറ്റ് വീക്കിലി 2 തവണയിലും വാഷ് ചെയ്യണം. ആ സ്മെല്ല് നമ്മുടെ ബെഡ്ഷീറ്റിൽ, പില്ലോയിൽ, കട്ടണിലൊക്കെ ആവാൻ ചാൻസ് കൂടുതലുണ്ട്. റൂൾസ് സിമ്പിളാണ്. നിൻ്റെ വീടും റൂമും ക്ലീൻ ആയിട്ടിരിക്കുക. അതിനുശേഷം നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ബാഡ് ബ്രീത്ത് ആണ് അട്രാക്ഷൻ്റെ ബിഗ്ഗസ്റ്റ് കില്ലർ. നീ എത്ര നന്നായിട്ട് സംസാരിച്ചാലും ബാഡ് ബ്രീത്ത് ആണെങ്കിൽ നന്നായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഡെയിലി 2 നേരം ബ്രഷ് ചെയ്യുക. ഡെയിലി ബ്രഷ് ചെയ്ത് മാത്രം പോരാ, റിയൽ ഇഷ്യൂ എന്നാണെന്നറിയാമോ? നാക്കിലുള്ള ആ വെളുത്ത ലെയർ ഡെയിലി രാവിലെ ടാങ്കി ക്ലീൻ ചെയ്യുക, പിന്നെ ഫോഴ്സിൽ യൂസ് ചെയ്യുക. സോ ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം പല്ലിൻ്റെ ഇടയിൽ, സോ അതാണ് മെയിൻ റീസൺ. ലാസ്റ്റ് വൺ, ആൽക്കഹോൾ ഫ്രീ ആയ മൗത്ത് വാഷ് യൂസ് ചെയ്യുക. പിന്നെ അടുത്ത് 2 പ്രാവശ്യം ഫ്രഷ് ആവുന്ന ആൾക്കാരാണ് നമ്മൾ. പക്ഷേ എല്ലാവരും പ്രോപ്പറായിട്ടാണോ ഷവർ ചെയ്യുന്നത്? യൂഫോ അല്ലെങ്കിൽ സിലിക്കോൺ സ്ക്രബറോ യൂസ് ചെയ്യുക. അതുപോലെ നമ്മുടെ കയ്യിൽ മാത്രം സോപ്പ് വെച്ചാൽ പോരാ. നമ്മുടെ ആംപിറ്റ്, നമ്മുടെ കൈ, നമ്മുടെ ബാക്ക് സൈഡ്, ഇയറിൻ്റെ ബാക്കിൽ കുളിച്ചതിന് ശേഷം ബോഡി ഫുള്ളായിട്ട് ഡ്രൈ ചെയ്യുക. അതാണ് നല്ലത്. മോയ്സ്ചർ ഉണ്ടോ, ബാക്ടീരിയ ഉണ്ടോ? ബാക്ടീരിയ ഉണ്ടെങ്കിൽ സ്മെല്ലുണ്ടാകും. അതുകൊണ്ട് തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നത് നല്ലതാണ്. ഫ്രഷ് ഫീൽ കുറച്ച് കൂടുതൽ നേരം നിൽക്കും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബാക്ക് ടു ദ വീഡിയോ. പിന്നെ നമ്മളുടെ ഹെയർ, ഒരാളെ ഹഗ് ചെയ്യുമ്പോൾ ഇത്ര സ്മെല്ല് എന്താ അവരുടെ ഹെയറിന് നമ്മൾ ഓർക്കും. ഹെയർ ആണ് ഏറ്റവും കൂടുതൽ നേരം സ്മെല്ല് പിടിച്ച് വെക്കുന്നത്. ഡെയിലി ഷാമ്പൂ ഇടണ്ട, വീക്കിലി 1 or 2 ടൈംസ് സൾഫറേറ്റ് ഫ്രീ ആയ ഷാമ്പൂ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വേണമെങ്കിൽ 2-3 തുള്ളി വെളിച്ചെണ്ണ യൂസ് ചെയ്ത് തലയൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നാച്ചുറൽ സ്മെല്ലും കിട്ടും, ക്ലീൻ ആയിട്ടുള്ള ഫീലും കിട്ടും. ലാസ്റ്റ് പാർട്ട്, ഡിയോഡറൻറ്റ് പെർഫ്യൂം. ഇത് നമ്മുടെ സ്മെല്ല് കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. അതുകൊണ്ട് കുളി കഴിഞ്ഞ് നമ്മുടെ ഡ്രൈ സ്കിന്നിൽ അപ്ലൈ ചെയ്യുക. പെർഫ്യൂം കൂടുതൽ യൂസ് ചെയ്യുന്നത് നല്ലത് തന്നെ. എടുത്തു വരുമ്പോൾ ആൾക്കാർ നോട്ടീസ് ചെയ്യും. കഴുത്തിൽ, ചെവിയുടെ പിന്നിൽ, കയ്യിൽ. ചീപ്പായിട്ടുള്ള പെർഫ്യൂം ഒന്നും വേണ്ട, നല്ലൊരു പെർഫ്യൂം മതിയായിരിക്കും. നീ തന്നെ സ്മെല്ല് ചെയ്യുക, നീ പോലും അറിയാൻ തന്നെ നിനക്ക് കോൺഫിഡൻറ്റ് വരും. ഫീല് തന്നെ മാറിക്കോളും. സ്മെൽ ഈസ് ഇൻവെസിബിൾ കോൺഫിഡൻറ്റ്. അതുപോലെ തന്നെ ഇത് ആരെയും അട്രാക്ട് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, നിനക്ക് നിന്നെ തന്നെ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ ഹാബിറ്റ്സ് നല്ലൊരു റൂട്ടീനാണ്. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിനായിട്ട് നമ്മുടെ പേജ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.